ഇപ്രാവശ്യം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ട വക്കീല്. കംപ്ലീറ്റ് ക്യാഷ് കിട്ടിയ സെറ്റിൽ ചെയ്യാലോ. ഞങ്ങൾ വേറെ എവിടെയും പോകണില്ലല്ലോ, ഇവിടെ തന്നെ ഇല്ലേ? നയാഗ്ര പൊളിഞ്ഞപ്പോ പോയതല്ലേ. വേറെ എന്തൊട്ട് ലൈഫോ വക്കീലെ അവിടെ ഉള്ളത്? നമ്മുടെ തൃശ്ശൂർ പൂരം, വീട്ടിൽ നിന്ന് ഇടയ്ക്ക് കിട്ടുന്ന ഫുഡ്, ഇതെല്ലാം ഇമ്പോർട്ടന്റ്. ഹാപ്പി ന്യൂ ഇയർ. ഭയങ്കര പാടുള്ള കാര്യമാണ് ഡബിങ്. ഞാനൊക്കെ ഒരു ഡബ് ഷൂട്ടിൽ കയറി കഴിഞ്ഞാൽ ഒരു ചെറിയ ഇപ്പൊ കണ്ട രചനയായിട്ടുള്ള പുണ്യാളന്റെ സിനിമയിൽ ഇല്ലാത്ത ബിറ്റാണ്. വൺ ഓഫ് ദ ഫേവറേറ്റ് സീനാണ് എനിക്ക്. നമ്മൾ തന്നെ ഇതിനെ കുറിച്ച് ഒരുപാട് സിനിമയിൽ ഇല്ലാത്തത് കൊണ്ട് ഇതൊക്കെ തന്നെ ഞാനൊരു അര ദിവസം കൊണ്ടൊക്കെ ഇത്രയൊക്കെ ഡബിയാണ്. രാജേഷ് സുധീവാത്മീകം. അതിനു മുമ്പ് ഒരു സൂസുണ്ട്, അറിയാത്തവർക്ക് വേണ്ടി മാത്രം. എന്താണ് ഈ സുധിയും സൂസു? എനിക്കറിയാം. സുധി, നീ എന്താ ഇവിടെ? ഞാനിപ്പോ ഇവിടെയാടാ. കലക്കീട. എന്റെ സിനിമകളൊക്കെ കാണാറുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വിളിച്ചൂടായിരുന്നു. കൊച്ചി സെറ്റിലായ പിന്നെ ഇവിടുത്തെ കണക്ഷൻസ് മൊത്തം പോയി. ഞങ്ങളുടെ അഭിമാനമാണ് നീ. കുറച്ച് തടിച്ചിട്ടുണ്ട്. അത് ഈ ഫുഡിന്റെയും കള്ളിന്റെയൊക്കെ. ഇപ്പൊ കാണുന്ന ഈ വാലോസ് എന്നല്ല, അടുത്ത വർഷം മലയാളത്തിലെ മെയിൻ ഹീറോ ആണ് ഗ്രഹന്ദാസ്. നീ പണ്ട് പറയാറില്ല അതേ ഡയലോഗ്. അവിടെ ഷോട്ട് റെഡിയായി. മുകേഷ് ചൂടില്ല. അപ്പൊ നീ ഇവിടെ കാണില്ലേ? ഒരു 10 വർഷത്തെ കഥ മുഴുവനും പറയാനുണ്ട് മോനെ. ഞാൻ ഒരു ആക്ട് കൊടുത്ത് ഇപ്പൊ വരാം. ചേട്ടാ, നമ്മുടെ ആളാട്ടോ. ഇവിടെ ആള് നിക്കണ കണ്ടൂടെ ജിംബ്രൂട്ടാ? പിന്നെ ഇത് കെട്ടണ്ടേ? അതെ ചോയേട്ടാ, ഇന്ന് 30-ാം തീയതി അല്ലേ ആയുള്ളൂ. ദേവസ്ഥന്ന് ഇന്ന് എന്നെ പോയി പിണ്ടെടുത്താലോ? 4-ാം തീയതി ലാസ്റ്റ് ഡേറ്റ്. അതുവരെ കാക്കണ. നീ ഒന്നും മിണ്ടാണ്ടിരുന്നെ ഗ്രീനുവേ. अरे ऋतिक, ये सब सामान लेकर बाहर एक गाड़ी है, उसके डिक्की में डालो. പറഞ്ഞില്ലെങ്കിൽ കുഴപ്പം തറിയോ? ഇവന്മാര് കയറി ഡിക്കിയിലിരിക്കും, സാധനം എടുത്ത് വണ്ടിയിലിടും. നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, രാജേഷിന്റെ ഒരു പ്രസൻസ് അറിയിച്ചിട്ടില്ല, അജുനെ മാത്രമേ അറിയിച്ചിട്ടുള്ളൂ. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ വളരെ ആസ്വദിച്ച് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. സാധാരണ നമുക്ക് മിമിക്രിയൊക്കെ ചെയ്യുമ്പോൾ അത് മിമിക്രി ആണെന്നുള്ളൊരു ഫീലൊക്കെ എന്തായാലും കുറച്ചെങ്കിലുമൊക്കെ നമുക്കെങ്കിലുമൊക്കെ വരും ഇതിനകത്ത് നിൽക്കുന്നുള്ളൂ. പക്ഷെ ഇതൊന്നും അങ്ങനെയല്ല. എന്തൊരു പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, കൃത്യമായിട്ടാണ് ചെയ്യുന്നത്. വളരെ ഗംഭീരമായിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ്. അർജുനെ കുറെ പേര് ചെയ്തു. അപ്പൊ ഇത് സുധീവാത്മീയത്തിലെ ഡയലോഗ് എടുത്തിട്ട് സ്പോട്ട് ഡബ് ചെയ്ത്, പിന്നെ പുണ്യാളനുണ്ട്, പിന്നെ വേറൊരു പടമുണ്ട്. എന്തായാലും മൂന്നും ചെയ്തത് ഗംഭീരമായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. അജു വർഗീസിന്റെ ശബ്ദം സാധാരണ അങ്ങനെ ആളുകൾ കൂടുതൽ എടുക്കാത്ത ഒരു വോയിസാണ്. പക്ഷെ ഇത് ഒരു സ്പോട്ട് ഡബിങ്ങിന്റെ ഇത് വെച്ച് നോക്കുമ്പോൾ അൾട്ടിമേറ്റ് ആണ്. ബ്യൂട്ടിഫുൾ.